വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇത് ഞങ്ങളുടെ കുഞ്ഞാവയാണ്, എൻ്റെ ബ്രദറിൻ്റെ രണ്ടാമത്തെ കുഞ്ഞാണ്. അവൾക്ക് 6 മാസം ആകുന്നതേ ഉള്ളൂ. അവളിങ്ങനെ ഞാൻ കാണിച്ചില്ലായിരുന്നു നിങ്ങളെ നമ്മുടെ പുതിയ ഊഞ്ഞാൽ, അതിലൊക്കെ അവൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇതും എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കൾ തന്നെയാണ്. പിള്ളേർക്കെല്ലാം ഭയങ്കര കളിയും ബഹളവും ചിരിയും ഒക്കെയാണ്. എല്ലാവർക്കും ഒരു ക്രിസ്മസ് വൈബാണ്, അതിൻ്റെ ഒരു സന്തോഷമാണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. ആക്ച്വലി ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ മോളുടെ, അതായത് എൻ്റെ സാനു മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പം അതിനോട് ചേർന്ന് നമ്മൾ ബർത്ത്ഡേയും ക്രിസ്മസ് സെലിബ്രേഷനും കൂടെ നടത്താനാണ്. കാരണം ഞങ്ങളന്ന് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങൾക്ക് മിസ് ചെയ്യും. ഇവരൊക്കെ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറും ഫാമിലിയും, പിന്നെ എൻ്റെ പപ്പായുടെ പെങ്ങടെ മോളും ഫാമിലിയും, പിന്നെ എൻ്റെ റീച്ചാൻ്റെ ബ്രദറിൻ്റെ മോനും ഫാമിലിയും, ഞങ്ങൾ പിന്നെ ആരൊക്കെയാണ് ഞങ്ങൾ എല്ലാവരും കൂടാണ്. എൻ്റെ പപ്പായുടെ പെങ്ങടെ മോളും ഉണ്ട്, മോനും ഉണ്ട് കേട്ടോ. അവരെല്ലാവരും ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ എല്ലാവരും ദുബൈയിൽ ഞങ്ങളെ എല്ലാവരോടാണ് എന്ത് കാര്യത്തിനും കൂടുന്നത്. നിങ്ങളെ ഒരു വ്ലോഗ് കണ്ടാണ് റീച്ചൻ്റെ ബർത്ത്ഡേയുടെ ഒരു ഷോർട്ട് ഇത് കണ്ടു കാണും. അതിനകത്ത് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നല്ല രസമാണ്, എല്ലാവരുമായിട്ട് ഫണ്ണായിട്ട് അടിപൊളിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ നാട്ടിലോട്ട് വരാനുള്ളൊരു പരിപാടിയൊക്കെയാണ് ക്രിസ്മസിന് നാട്ടിൽ കൂടാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇപ്പം ഞാൻ നാട്ടിലാണ് ഉള്ളത്. അപ്പം നാട്ടിൽ കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ പിള്ളേരുമായിട്ടൊരു ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കുറച്ച് നാളായി ഞങ്ങളെല്ലാവരോടും ഒന്ന് കൂടിയിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരോടും ഒന്ന് കൂടാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ അപ്പോൾ മോളുടെ ബർത്ത്ഡേയുടെ കൂടെ ക്രിസ്മസ് സെലിബ്രേഷനും ആകുമല്ലോ എന്നല്ലാതെ എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ആർക്കും സമയവും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ആക്ച്വലി ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രെയർ ഗ്രൂപ്പിൻ്റെ ക്രിസ്മസ് ക്യാരൽസാണ്, ഞങ്ങൾ അതിന് വേണ്ടി പോയതാണ്. ആ സമയം ഇവർ വീട് തുറന്നിട്ട്, ഇവരുടെ കീ ഉണ്ടായിരുന്നു, ഇവർ വീട് തുറന്നിട്ട് ഇവിടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്യുവാണ്. സാനുമോൾക്ക് ഇതൊന്നും അറിയത്തില്ല കേട്ടോ. മോള് ഇന്നപ്പം വന്നതേ ഉള്ളൂ ആക്ച്വലി എയർപോർട്ടിൽ, അതായത് മോള് പഠിക്കുന്നിടത്തുനിന്ന് വന്നതേ ഉള്ളൂ. നേരെ ഞങ്ങൾ അവളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ ക്രിസ്മസ് ക്യാരൽസിന് പോയിക്കാണ്. അപ്പോൾ അവൾക്കറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം അച്ചാച്ചന്മാരും ചേച്ചിമാരും ഇങ്ങനെ ചെയ്യുന്നൊന്നും അവൾക്ക് അറിയത്തില്ലേ. നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ സാധനങ്ങളെല്ലാം മേടിച്ചത് ആമസോണിൽ നിന്നാണ്. നമുക്കിൻ്റെ കിറ്റായിട്ട്, ബർത്ത്ഡേ കിറ്റായിട്ട് കിട്ടും. നമ്മൾ ഏത് കളേഴ്സാണ്, ഏത് തീമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് അവിടെ അതിനകത്ത് കൊടുത്താൽ അവർ ആ കളർ ുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് തരും. ഇതെല്ലാം ഒറ്റ കിറ്റിൽ ഇതെല്ലാം ഉണ്ടായിരുന്നത് കേട്ടോ, ആമസോണിൽ നിന്ന്. എന്നാൽ എനിക്കൊന്ന് നല്ലൊരു സംഭവമായിരുന്നു. നമുക്ക് 100 ഇടത്ത് പോയി 100 കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യണ്ട, ഒരിടത്തു നിന്ന് അങ്ങ് പർച്ചേസ് ചെയ്താൽ മതി. ഞാൻ ഇന്ന് പർച്ചേസ് ചെയ്തു, നാളെ എനിക്ക് സാധനം വന്നു. അത്ര ഫാസ്റ്റ് ഡെലിവറി ആയിരുന്നു. അപ്പം അങ്ങനെ നമ്മളെല്ലാം മേടിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കി എല്ലാം അവരാണ് ചെയ്തത് കേട്ടോ. അവരെല്ലാം ഡെക്കറേറ്റ് ചെയ്തു. ബർത്ത്ഡേ കേക്ക് ഞാൻ ഓൾറെഡി പോയി മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. ഞാനും മോനും കൂടെ പോയി മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് സെറ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു സമയമാകുമ്പോൾ അതെടുത്തൊന്ന് കോഫി ടേബിളിൽ വെക്കണം നിങ്ങളെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾ വീഡിയോ ഒക്കെ എടുക്കണം, ഫോട്ടോ ഒക്കെ എടുക്കണമെന്നൊക്കെ. എന്നെ ഫോൺ ചെയ്യരുത്, മോളുള്ളപ്പോൾ ഫോൺ ചെയ്താൽ അവൾക്ക് സംശയമാകും. അവളെന്നോട് നേരത്തെ ഇവിടെ പറയുന്നുണ്ട് അവരെ വിളിക്കണം, ചേച്ചിമാരും ഒക്കെ വരുമായിരിക്കും എൻ്റെ ബർത്ത്ഡേ. ഞാൻ ആരും വരത്തില്ല, പിറ്റേ ദിവസം കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ ഉള്ളതുകൊണ്ട് ആരും വരത്തില്ലെന്നൊക്കെ പറഞ്ഞേ. ഇപ്പോൾ അവൾ വരുവാണേ, ഇപ്പോൾ അവൾ കാണുവാണേ. ഇപ്പം നിങ്ങൾ നോക്കുവാണേ. Happy birthday,
എൻ്റെ അച്ചാച്ചനാണ് അതെ. എൻ്റെ അച്ചാച്ചൻ എൻ്റെ പപ്പ. ഞാൻ എപ്പോഴും അത് തന്നെ പറയുന്നത്. എന്നാലും ചിലർക്ക് ആദ്യമായിട്ട് കാണുന്നവർക്ക് ആരാന്ന്. അപ്പം എൻ്റെ അച്ചാച്ചനാണ്. എൻ്റെ അച്ചാച്ചന് ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് 12 ആകുമ്പം അലാറം വെച്ച് എഴുന്നേറ്റ് ഉണർന്നിരുന്ന് ഞങ്ങൾക്ക് ഹാപ്പി ബർത്ത്ഡേ പറയും, ഞങ്ങളെ വിഷ് ചെയ്യും. എനിക്കത് ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്കത് എനിക്കിതിപ്പോൾ പറയുമ്പോഴും എനിക്ക് കണ്ണ് നിറയുന്നുണ്ട് ആക്ച്വലി. ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. എവിടേക്കോ ആരൊക്കെ ഇരുന്ന് നമ്മളെ കാത്തിരിക്കാൻ ആരൊക്കെയോ ഉണ്ടെന്നുള്ള ഒരു ഫീലിംഗ് വരും നമുക്ക് വേണ്ടിയിട്ട് എഴുന്നേറ്റ് സമയം ചിലവാക്കി എഴുന്നേറ്റിരിക്കാൻ ആളുണ്ടെന്നുള്ളൊരു ഫീലിങ്സ് തീർച്ചയായിട്ടും ഉണ്ടാവും അതെല്ലാവർക്കും. അങ്ങനെ അത് ഫീൽ ചെയ്യുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആ ഒരു ഇത് അറിയുള്ളൂ. എനിവേ, അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റായി. കേക്ക് മുറിക്കാൻ റീച്ച മെഴുകുതിരി എല്ലാം കത്തിച്ചു കൊടുത്തു മോൾക്ക്. ഇനി അടുത്ത ഞങ്ങൾ ആദ്യം ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കേക്ക് കട്ടിങ്. അപ്പം ഇനി നമുക്ക് ബാക്കി കേക്ക് കട്ടിങ് കാണാവേ. ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ കുഞ്ഞാവയ്ക്ക് ഞങ്ങൾ ചോറ് കൊടുത്തായിരുന്നു. 6 മാസമായിരുന്നു. അപ്പോൾ ചോറ് കൊടുത്തായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കേക്കൊക്കെ ഞങ്ങൾ തൊട്ട് കൊടുക്കും. ഒത്തിരി ഒന്നും കൊടുക്കത്തില്ല, കുറച്ച് കേക്കൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട്. ആ 6 മാസമായ ചോറ് കൊടുക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് സമയം കിട്ടിയില്ല ഒന്ന് എഡിറ്റ് ചെയ്തിടാനേ. ഉടനെ ഞാൻ ഇതിടാം കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഭയങ്കര ഹാപ്പിയായി കേട്ടോ മോള്. ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും അടിപൊളി. ഞാൻ ഇവരെല്ലാം വിളിച്ചു പറഞ്ഞു, മക്കളെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എല്ലാവരും റെഡ് ഇട്ടുകൊണ്ട് വരണം, നമുക്ക് അടിപൊളിയാക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അതുപോലെ തന്നെ ചെയ്തു. അടിപൊളിയായിട്ട് എല്ലാവരും ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ ഓൾമോസ്റ്റ് കൊടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് കേക്ക് കൊടുപ്പലെല്ലാം കഴിഞ്ഞു. അവർ ലാവിഷായിട്ട് അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ. ഒരാൾ ആഷും ഒരാൾ കുഞ്ഞാറ്റയാണ്. 2 പേരും ഒരേ ഏജ് എന്ന് പറയാൻ പറ്റില്ല, 1 ഇയർ ഡിഫറൻസ് ഉണ്ട് അവർ തമ്മിൽ. ആഷു ആണ് കുഞ്ഞാറ്റേനേക്കാളും മൂത്തത്. പിന്നെ ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഗിഫ്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും അവൾക്ക് സാനുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവർ രണ്ടും കൊണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഉമ്മയൊക്കെ കൊടുത്തു, അവർ ഓടി. അപ്പോൾ ഇനി ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കലാണ്. ആരോടും ഗിഫ്റ്റ് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും കൊണ്ടുവരും. അങ്ങോട്ടത്തെ ബർത്ത്ഡേക്കും കൊടുക്കും, ഇങ്ങോട്ടത്തെ ബർത്ത്ഡേക്കും കൊടുക്കും. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാത്തിനും കൊടുക്കും. അപ്പം ഓരോരുത്തരുടെ ഗിഫ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇപ്പം കുട്ടിപ്പട്ടാളങ്ങളുമായിട്ടൊരു ഫോട്ടോ എടുക്കാനൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം കുഞ്ഞാവെ ഫോട്ടോ എടുക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞാവയും കൊണ്ട് കൊടുക്കുകയാണ്. അഞ്ജനയാണത്. അപ്പം അവൾ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തു. അപ്പോൾ എല്ലാവരോടും ഒരു ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഇങ്ങനത്തെയൊക്കെ മൊമെൻറ്റ്സ്
ആക്ച്വലി റെയറായിട്ട് ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ എല്ലാവരും കൂടെ. കാരണം ഒരാളുണ്ടാകുമ്പോൾ ഒരാളുണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഈ പ്രാവശ്യം അവിടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇനി സച്ചുമോനെ വിളിക്കുകയാണ്. സച്ചുമോന് ഭയങ്കര നാണോ ഫോട്ടോ എടുക്കാൻ കേട്ടോ. അവനും അമലിനും ഭയങ്കര നാണമാണ്, അമലൂട്ടനും ഭയങ്കര നാണോ ഫോട്ടോ എടുക്കാൻ. പിന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ പിള്ളേരൊന്നും നോ പറയത്തില്ല, പേടിയെന്നല്ല, എന്നാലും അവർക്കൊരു ആ ഒരു ഇതുള്ളതുകൊണ്ട് ഒരു നോ പറയാതെ അങ്ങ് നിൽക്കുവാണ്. സച്ചുമോനാണെങ്കിൽ ഭയങ്കര ചമ്മലാണ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ. നിങ്ങൾക്ക് അറിയാമല്ലോ, എൻ്റെ ഒരു വീഡിയോക്കകത്ത് അവരൊന്നും ഫ്രണ്ട് ക്യാമറയിൽ വരാറില്ല, എല്ലാവരും ബിഹൈൻഡ് ദ ക്യാമറയാണ്. അപ്പോൾ ഇതിപ്പം ഞാൻ പറഞ്ഞതുകൊണ്ട് ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, എല്ലാവരും കൂടെ നിൽക്കാനൊക്കെ പറഞ്ഞതുകൊണ്ട് റീജൻ പിടിച്ച് എല്ലാവരും ശരിക്കും നിർത്താണ്. ആക്ച്വലി ആശു എന്ന് പറയുന്നുണ്ടല്ലോ, കൊച്ചു പയ്യന്, അവന് ഭയങ്കര നാണമാണ്. അവൻ പെൺപിള്ളേരുടെ അടുത്തൊന്നും അടുക്കത്തില്ല. അവൻ പെൺപിള്ളേർക്ക് ഉമ്മയും കൊടുക്കത്തില്ല. അവൻ്റെ വിചാരം എല്ലാവരും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, അവൻ്റെ മുഖത്ത് ലിപ്സ്റ്റിക്ക് പെരളുമെന്നൊക്കെയാണ്. പക്ഷെ ഇപ്പം അവൻ ഒത്തിരി മാറി. അവനിപ്പം ഞങ്ങളെ കാണുമ്പോൾ ഓടി വരും, കെട്ടിപ്പിടിക്കും, ഉമ്മ തരും. സത്യത്തിൽ അതൊക്കെ കാണുമ്പോൾ അതിന് ഭയങ്കര സന്തോഷമാണ്. അപ്പം അടുത്ത ആൾ അവന് കുഞ്ഞിന് മോൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണ്. അവന് ഞങ്ങളുടെ ഗിഫ്റ്റിൻ്റെ ഊഴമാണ്. അപ്പം ഞാൻ പുറകിൽ ഗിഫ്റ്റൊക്കെ പിടിച്ച് പാത്ത് നിൽക്കുകയാണ്. മോള് പറയുന്ന വീഡിയോ എടുക്കുക എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ് ടൈമാണ്. ഞാൻ പുറകിലിങ്ങനെ അവൾ ചോദിക്കും എന്തോ അമ്മയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്, എന്തോ എന്നറിയാം. അപ്പോൾ സച്ചമോനൊരു ഗിഫ്റ്റ് കൊടുത്തു, ആൾഡോയുടെ ഒരു ബാഗാണ് കൊടുത്തത്. അപ്പോൾ ഞങ്ങളുടെ ഗിഫ്റ്റ് ഞാൻ മറച്ച് പിടിക്കുകയാണ്. അവൾക്ക് അത് കാണുന്തോറും എക്സൈറ്റ്മെൻറ്റ് കൂടുകയാണ്. അപ്പോൾ ഞങ്ങൾ കൊടുക്കുവാണ്. ആദ്യം അവൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ. അപ്പം ഞങ്ങൾ എന്തുവാ ഡാഡി, എന്തോ അമ്മ എന്ന് ചോദിക്കും. ഞങ്ങൾ പറയില്ല, നീ അത് ഓപ്പൺ ചെയ്ത് സ്വന്തമായിട്ട് കാണാൻ പറഞ്ഞ്. അപ്പോൾ അവൾക്ക് മനസ്സിലായത് എന്തുവാണ്. അവളതപ്പം കരയുവാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ആ ഒരു ഗിഫ്റ്റ്. ഭയങ്കര കരച്ചിലാണ്. എന്നിട്ടിപ്പോൾ അത് ഓപ്പൺ ചെയ്യുവാണ്. ഓപ്പൺ ചെയ്ത് നോക്കുവാണ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം കരഞ്ഞുകൊണ്ട് അവൾക്ക് മനസ്സിലായി സംഭവം എന്തുവാണെന്ന്. ഒരിക്കലും പുള്ളിക്കാരി പ്രതീക്ഷിച്ചില്ല ഈ ഒരു ഗിഫ്റ്റ്. അവൾക്ക് വലിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ അവിടത്തൂടെ പോയപ്പോൾ അവൾ ആ ഇത് കണ്ട് എടുത്തൊക്കെ നോക്കിയത് ഞങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞങ്ങൾ ഓർമ്മ വെച്ചാൽ ഞങ്ങളിത് മേടിച്ചത്. ഭയങ്കര കരച്ചിലാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആൾ താങ്ക് യു ഒക്കെ പറയുകയാണ്. പിള്ളേർ ഞങ്ങളോടായാലും താങ്ക് യു ഒക്കെ പറയും കേട്ടോ. എന്ത് കൊടുത്താലും കുഞ്ഞുങ്ങൾ നമ്മളങ്ങനെയൊക്കെ തന്നെ പിള്ളേരെ പഠിപ്പിക്കണം. താങ്ക് യു പറയാനും സോറി പറയേണ്ടത് സോറി പറയാനും ഒക്കെ പഠിപ്പിക്കണം. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാനിത് കയ്യിലിട്ട് കൊടുക്കുകയാണ്. വാൻ ക്ലിഫിൻ്റെ ആക്ച്വലി നേരത്തെ ഇതിൻ്റെ ആ ഒരു വാല്യൂവും എന്നും എനിക്ക് അതിൻ്റെ പ്രൈസ് അത്രയൊന്നും വലിയ അറിയത്തില്ലായിരുന്നു, ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ ഈ പിള്ളേരോടൊക്കെ കൂടിയപ്പോൾ പിന്നെ ഇതിനൊക്കെ ഇത്രയും വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. വാൻ ക്ലിഫിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു. അവരുടെ ഒരു യുണീക്ക് മോഡലാണിത്, അവരുടെ ഒരു സിഗ്നേച്ചർ മോഡലാണിത്. ഒരു ഭയങ്കര ഡയമണ്ടിനേക്കാളും വിലയുള്ള ഒരു സ്റ്റോണാണിത്, ഒരു പ്രിഷ്യസ് സ്റ്റോണാണ്. അത് വെച്ചാണ് അവരിത് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ കമ്മലും മാലയും എല്ലാം ഉണ്ട്. പക്ഷെ മോൾക്ക് അതൊന്നും ഇഷ്ടമല്ല, അവൾക്ക് ബ്രേസ്ലെറ്റ് ആയിരുന്നു ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്രേസ്ലെറ്റ് മേടിച്ചത്. അതിലൊരു ടാഗ് ഉണ്ടായിരുന്നു, ഞാൻ കളയാൻ നോക്കുകയാണ്. അപ്പം നല്ല രസമില്ല, അവളുടെ അത് കൈയൊക്കെ ഇടുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. എനിക്കിപ്പോഴാണ് അതിൻ്റെ ഭംഗി അത്രയും തോന്നിയത്. നല്ല രസമായിട്ടുണ്ട്. ഇത് മേടിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആക്ച്വലി ഇതിൻ്റെ വിലയൊക്കെ അറിയുമ്പം ആരും ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് ദൈവം തമ്മിൽ തരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെയൊക്കെ മേടിക്കാൻ പറ്റണത്. അപ്പം നമ്മൾ മേടിക്കും, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും. അതിനോടൊപ്പം മറ്റുള്ളവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യണം, അത് വേറെ കാര്യം. അങ്ങനെ അതിൻ്റെ കൂടെ ഞങ്ങളൊരു ക്രിസ്മസ് കേക്ക് കൂടെ കട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസും കൂടെ ഞങ്ങൾ ആഘോഷിക്കുന്നത്. ഞാനൊരു ക്രിസ്മസ് കേക്കും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെല്ലാം
ക്രിസ്മസ് എല്ലാം അടിപൊളിയാക്കി. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. സൂപ്പർ ക്രിസ്മസ് ആയിരുന്നു. അങ്ങനെ മോളുടെ ബർത്ത്ഡേയും ക്രിസ്മസും എല്ലാം ഒന്നിച്ചാക്കി. അതിന് ദൈവം ഇടയാക്കിയതിന് ദൈവത്തിന് ഒരുപാട് നന്ദി. അങ്ങനെ ഒരു നല്ല ക്രിസ്മസ് കൂടെ ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. എല്ലാവരുമായിട്ട് ഒന്നിച്ച്, ഞങ്ങളുടെ ദുബൈയിലുള്ള എല്ലാവരുമായിട്ട് ഒന്നിച്ച്. 25-ാം തീയതി ക്രിസ്മസിനും കിടക്കുന്നതേ ഉള്ളൂ. അതിന് മുന്നേ മോളുടെ ബർത്ത്ഡേയുടെ അനുബന്ധിച്ച് ഞാൻ അവിടെ ഞങ്ങളുടെ നാട്ടിലും വരുന്നതായതുകൊണ്ട് ഞാൻ എല്ലാവരുമായിട്ട് ഒന്നിച്ച് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കേക്ക് കട്ട് ചെയ്യുന്ന തിരക്കിലായിപ്പോയി. ആർക്കും കേക്കൊന്നും വേണ്ട. ഓൾറെഡി ബർത്ത്ഡേ കേക്ക് കുറച്ച് കഴിച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുമ്പ് ഇവർ ഫുഡൊക്കെ കുറച്ച് ഓർഡർ ചെയ്ത് കഴിച്ചു. ഇവിടെ എല്ലാം വയറ് നിറഞ്ഞിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ അതുകൊണ്ട് ആർക്കൊന്നും വേണ്ട, ഫുഡ് വേണ്ട എന്നൊക്കെ മീൻസ് കേക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതിനൊക്കെ ഒരു തീരുമാനമായി. രസമായിരുന്നു. പിള്ളേരെല്ലാം കൂടെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആയില്ലേ എല്ലാവരും കൂടെ കൂടിയിട്ട്. അതിൻ്റെ ഒരു സന്തോഷം എല്ലാവരും കൂടെ പങ്കിടുന്നു. അപ്പം അത്രേ ഉള്ളൂ എന്നല്ല, ഇനിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ദുബൈ മോളിൽ നിന്നാണ് വാൻക്ലിഫിൻ്റെ ആ ബ്രേസ്ലെറ്റ് നമ്മൾ മേടിച്ചത്. അപ്പോൾ അവിടെ പോകുന്ന ഒരു വീഡിയോ ഞാൻ ഇടാമെന്ന് പറഞ്ഞിരുന്നല്ലോ. ആ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. ആക്ച്വലി ഇതിൻ്റെ വിലയൊക്കെ അറിയാവുന്നവർക്കും അല്ല ഇതിനി കാണുന്നവർക്കും ഒരിക്കലും വിചാരിക്കേണ്ട എന്തിനാ ഇത്രയും പൈസ കളയുന്നേ, അത് വേറെ ആർക്കെല്ലാം കൊടുത്തു ഉപകാരമാവുന്നതിൻ്റെ ചില എൻ്റെ വീടിൻ്റെ വീഡിയോയ്ക്കകത്തായാലും അല്ല ചില ഇതായിട്ടുള്ള വീഡിയോയ്ക്ക് അതൊക്കെ വന്ന് കമൻറ്റൊക്കെ പറയാറുണ്ട് ചിലർ. പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെയെന്ന്. ഒരിക്കലും ഇല്ലാത്തവർക്ക് കൊടുക്കാതല്ല ഞങ്ങളിതൊന്നും അനുഭവിക്കുന്നത്. ഞങ്ങളിതൊക്കെ ഈ സന്തോഷവും ഇതൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിൽ പല ഇല്ലാത്തവരെ ഞങ്ങൾ കരുതുന്നുണ്ട്. അതൊരു പക്ഷേ ഈ ഓരോ മീഡിയയുടെ മുന്നിൽ ഞങ്ങളത് കാണിക്കാനോ അത് പുറത്ത് പബ്ലിഷാക്കാനോ ഞങ്ങൾക്ക് യാതൊരു താല്പര്യമില്ല. ഞങ്ങളെ അറിയുന്നവർക്ക് മാത്രമേ അതിനെപ്പറ്റി അറിയത്തുള്ളൂ. ഞങ്ങളൊരിക്കലും ആർക്കും മുന്നിൽ ഞങ്ങളത് പറയത്തില്ല. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങൾ ദുബൈ മോളിൽ കുറേ ഇങ്ങനെ നടന്നപ്പം എനിക്കിങ്ങനെ ആ ഒരു പേസ്ട്രിയുടെ ഒരു കടയായിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് അത് കഴിക്കാൻ തോന്നി. അവിടെ നിന്നൊരു പിസ്താഷ്യോടെ ഒരു കേക്ക് കട്ട് ചെയ്ത് മേടിച്ചു. അത് ഞാൻ കൈ വെച്ചിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ കയറിയായിരുന്നേ. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പം ബാക്കി വന്നതും പാഴ്സലായിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഞങ്ങൾ. അപ്പം ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ നമ്മളത്
വൈകിട്ട് കഴിക്കാമല്ലോ എന്ന് മേടിച്ചിട്ട് രാത്രി കഴിക്കാമല്ലോ എന്ന് മേടിച്ചിട്ട് നമ്മൾ പാഴ്സൽ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാഴ്ചകൾ ദുബായ് മോളൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ച് സൂപ്പറാക്കി ഇട്ടിരിക്കും. എന്തൊരു ഭംഗിയാണെന്നറിയാം കാണാൻ. അപ്പോൾ അതൊക്കെ കണ്ടും കേട്ടും ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ സാധനം മോൾക്ക് ഇഷ്ടപ്പെട്ട വാൻ ക്ലിഫിൻ്റെ ബ്രേസ്ലെറ്റ് മേടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഒരിക്കലും ആരും അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഓക്കെ, ഇത്രയും പൈസ കൊടുത്തു ഈ സാധനം മേടിക്കുന്നു എന്നാൽ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന്. ഞങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങളിത് മേടിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത്, നമുക്ക് ദൈവം ഓരോ സമയം ഓരോ കാര്യങ്ങൾ അനുഗ്രഹിച്ച് തരും. ആ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളും കൂടെ നമ്മൾ നിറവേറ്റണം. ഓക്കെ, ഒരിക്കലും നമുക്ക് ദൈവം തമ്മിൽ പൈസ തരുമ്പോൾ നമ്മളത് പിശുക്ക് കാണിച്ചുകൊണ്ട് ഒരിക്കലും ഇരിക്കരുത്. നമുക്ക് പലർക്ക് കൊടുക്കാൻ ഹെൽപ്പ് ചെയ്യേണ്ടവർക്ക് ഹെൽപ്പ് ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ ശ്രമിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളപ്പോഴേ അതൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുള്ളൂ. നാളത്തേക്ക് നിന്ന് ഒരിക്കലും ഒന്നും വെക്കരുത്. പറ്റുന്നതൊക്കെ അന്നന്ന് നമ്മൾ പ്രാവർത്തികമാകാൻ ശ്രമിക്കുക. അപ്പോൾ വാൻ ക്ലിഫിൻ്റെ കടയിലേക്ക് കയറും. സത്യം പറഞ്ഞാൽ ഈ കടയിലൊക്കെ ഇരിക്കുന്ന സാധനത്തിനൊക്കെ ഇത്രയും വിലയുണ്ടെന്ന് സത്യമായിട്ട് ഇതൊക്കെ മേടിക്കാൻ പോകുന്ന ഞങ്ങൾ അതിനെപ്പറ്റി എൻക്വയറി ഒക്കെ നടത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. മോടെ കൂടെ ഒരു ദിവസം ഞങ്ങൾ ദുബായ് മോളിലോട് അതുവഴി ചുമ്മാ നടന്നു പോയപ്പോഴാണ് മോൾ ആ കടയിൽ കയറിയതും അമ്മ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഡാഡി, നമുക്ക് ചുമ്മാ ഒന്ന് കാണാം അപ്പോൾ അങ്ങനെ കാണാൻ കയറിയത് അന്ന് തൊട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. നമുക്ക് ഞങ്ങൾ മനഃപൂർവ്വം മേടിച്ചു കൊടുത്തില്ലേ. ഞങ്ങൾ വിചാരിച്ചു അവിടെ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുക്കാമെന്ന് ഞങ്ങളത് വെച്ചിരിക്കുകയായിരുന്നു. ഒരിക്കലും മോള് പ്രതീക്ഷിച്ചില്ല ഞങ്ങൾ ഇത് മേടിക്കുന്നത്. ആക്ച്വലി ഒരു 17,000 dirhams 17,000 dirhams ആയിരുന്നു ഇതിന്. പക്ഷേ അത് ഭയങ്കര അതിൻ്റെ ആ ഒരു സ്റ്റോൺ ഭയങ്കര വിലയുള്ളതാണേ. അപ്പോൾ ഇതൊന്നും ഇത്രയാണെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ എനിക്കത് മനസ്സിലായത് ഇതിൻ്റെയൊക്കെ വില ഇത്രയാണ്. നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ ഉള്ളപ്പോഴേ ഇതിനെപ്പറ്റിയൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു ഡയമണ്ട്സ്, ഒരു റൂബി, ഒരു എമറാൾഡും ഒക്കെയാണ് നമുക്കറിയാവുന്നത്. എനിവേ അവരെനിക്കൊരു ഇത് തന്നു, ഫോൺ നമ്പറും ഇമെയിൽ അഡ്രസ്സും ഒക്കെ എഴുതി കൊടുക്കാൻ. അതെല്ലാം ഞാൻ എഴുതി ഫില്ല് ചെയ്യുകയാണ്. ഇതിപ്പോൾ എവിടെ പോയാലും എൻ്റെ ഒരു കാര്യമാണ് ഈ ഇമെയിൽ അഡ്രസ്സും അഡ്രസ്സും എല്ലാം മൊബൈൽ ഡീറ്റെയിൽസും എല്ലാം ഫില്ല് ചെയ്യുന്നുള്ളത് എൻ്റെ ഒരു കുത്തകയാണ്. അത് എവിടെ പോയാലും ഞാൻ തന്നെ, എയർപോർട്ടിൽ പോയാലും എവിടെ പോയാലും. പണ്ടൊക്കെ എയർപോർട്ടിൽ പോകുമ്പോൾ നമുക്കൊരു ഫ്ലൈറ്റ് വെച്ചിട്ട് പേപ്പർ വരുമല്ലോ, അതെല്ലാം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ തന്നെയാണ്. ഏത് എയർപോർട്ടിൽ എന്ത് കാര്യത്തിന് പോയാലും ഞാനാണ് ഫില്ല് ചെയ്യുന്നത്. അതെനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പോലെ. അങ്ങനെ അതൊക്കെ മേടിക്കാൻ കയറി ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനിടയ്ക്ക് ഒരു കോഫി, ഒരു ക്യാപ്പിച്ചിനോ അവർ കൊണ്ട് തന്നു. ഞാൻ അത് കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രൈസൊക്കെ ഇങ്ങനെ നോക്കി അതിൻ്റെ എല്ലാം അതെല്ലാം എഴുതി റെഡിയാക്കുകയാണ്. അവരവരുടെ സിസ്റ്റത്തിലെല്ലാം ആക്കുകയാണ്. ഇതിനൊക്കെ പോയിൻറ്റ്സ് ഉണ്ട് കേട്ടോ. നമ്മുടെ എമിറേറ്റ്സിൻ്റെ സ്കൈ വേർഡിനകത്ത് നമുക്കിതെല്ലാം ആഡായി കിട്ടുവേ. അപ്പോൾ നമ്മുടെ സ്കൈ വേർഡ്സിൻ്റെ ഇത് കൂടും, നമ്മുടെ ആ ഒരു ഇത് കൂടും, നമുക്ക് നല്ല പോയിൻറ്റ്സൊക്കെ കിട്ടും. അപ്പോൾ അതെല്ലാം മേടിച്ചു. എനിക്കത് തരികയാണ്. അപ്പം അവർക്ക് ഭയങ്കര സന്തോഷം. അവർ ഞങ്ങളോട് പറയാം, ഇന്ത്യൻ കസ്റ്റമർ ഒന്നും ഇതുവരെ എൻ്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കാൻ വന്നിട്ടില്ല, ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ കസ്റ്റമറിനെ ഞങ്ങൾ കാണുന്നത്, ഭയങ്കര സന്തോഷമെന്നൊക്കെ പറഞ്ഞവരെ. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമായി. അപ്പോൾ അങ്ങനെ അത് മേടിച്ചുകൊണ്ട് ഞാൻ ഇറങ്ങി, ഭയങ്കര സന്തോഷത്തിലിറങ്ങുന്നത്. ആക്ച്വലി ഇത് മോൾക്ക് കൊടുത്ത് അവിടെ മുഖം കാണാനുള്ള എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഞങ്ങൾക്കും ഉണ്ട് അവളെ പോലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. നിങ്ങൾ കണ്ടല്ലോ, അത് മേടിച്ചതിൻ്റെ ഒരു പാർട്ട് നിങ്ങൾ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ക്രിസ്മസ് ഗിഫ്റ്റ്, കുഞ്ഞുങ്ങൾ വന്നാലേ അവർക്കൊരു ഗിഫ്റ്റ് എന്തായാലും കൊടുക്കണ്ടേ. അപ്പോൾ അവർ 4 പേർക്ക് ഞാൻ ഓരോ ഗിഫ്റ്റ് മേടിച്ചായിരുന്നേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നേ. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റൊക്കെ മേടിച്ചതൊക്കെ കവറിനകത്ത് വന്ന് നോക്കുക എന്തുവാണെന്നൊക്കെ. അവർക്കത് കിട്ടാഞ്ഞിട്ടൊരു സമാധാനമില്ല. അപ്പം ഞാൻ എല്ലാത്തിനെയും വിളിക്കുമോ വാന്നൊക്കെ പറയുക. അപ്പം അമലോട്ടനാണ് വന്നത്. ആദ്യം നമ്മുടെ അവളുടെ ആദ്യത്തെ ക്രിസ്മസ് ആട്ടോ, കുഞ്ഞിൻ്റെ ഫസ്റ്റ് ക്രിസ്മസ് ആണ്. അതങ്ങ് അടിച്ചു പൊളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ആ വള്ളിയൊക്കെ ഊരിപ്പോയി. ഞാൻ അതൊക്കെ കെട്ടാനൊക്കെ. പിള്ളേർക്ക് യാതൊരു ക്ഷമയില്ലേ, അവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് എപ്പോൾ കിട്ടുക എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ എല്ലാവർക്കും അതൊക്കെ കൊടുക്കാനൊക്കെ ഞാനും ഭയങ്കര സന്തോഷത്തിലാണ്. കുഞ്ഞുങ്ങൾക്ക് അത് കിട്ടുമ്പം അവരുടെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലേ. ചെറുപ്പത്തിൽ നമുക്കും ഗിഫ്റ്റൊക്കെ തരുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരിക്കത്തില്ലായിരുന്നു, അതുപോലെയാണ് അവർക്കും. അപ്പം എല്ലാവരെയും അപ്പം അപ്പുറത്തെ വള്ളി ഊരിപ്പോയി, അതും കെട്ടുവാണ്. ചിലത് അങ്ങനെയാണ്, എത്ര ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഇതിന് ബലം കാണത്തില്ല, അപ്പോൾ അതങ്ങ് അഴിഞ്ഞു പോകുവേ.
അപ്പം ഇങ്ങനെ ഞാനതൊക്കെ കെട്ടുകയൊക്കെ ചെയ്യുകയാണ്. എല്ലാവരും വന്ന് നിൽക്കുകയാണ്, ഗിഫ്റ്റിന് വേണ്ടിയിട്ട് വന്ന് നിൽക്കുകയാണ്. വന്ന് കെട്ടിക്കഴിഞ്ഞാലല്ലേ കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം കുഞ്ഞാവയ്ക്ക് ഞാൻ പറഞ്ഞു, കുഞ്ഞാവയുടെ ഫസ്റ്റ് ക്രിസ്മസ് അല്ലേ, അവൾക്ക് ആദ്യം കൊടുക്കാൻ തന്നെ അവൾക്ക് കൊടുക്കുകയാണ്. പാവമുണ്ട്, കഷ്ടം പാവമുണ്ട്. അതിൻ്റെ മുഖം നോക്കിയേ, പാവമുണ്ട്, അതിനൊന്നും അറിയില്ലേ എന്നൊക്കെ ഞാൻ കൊടുക്കുകയാണ്. എൻ്റെ മോന് ക്രിസ്മസ് ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുകയാണ്. അവളത് മേടിച്ച് ഇഞ്ചടാ എൻ്റെ പൊന്ന, എൻ്റെ ചക്കര മുത്ത. ഓക്കെ, അത് കൊടുത്തു. അടുത്ത ആശുവിനാണേ കൊടുക്കുന്നത്. ആശുവിന് കൊടുത്തു. കണ്ടോ, ആശു ഒന്നും നേരത്തെ ഒന്നും ആശുപത്രിയില്ല. ആശുവിന് എന്തൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞാലും അവന് ഉമ്മ തരില്ല. പക്ഷെ ഇപ്പോൾ അവൻ അങ്ങനെയല്ല. എൻ്റെ കുഞ്ഞാറ്റയ്ക്കും കൊടുത്തു, എൻ്റെ ആശുവിനും കൊടുത്തു. എല്ലാവരും ഉമ്മ ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷം. പിന്നെ അമലോട്ടിനും കൊടുത്തു. അമലോട്ടിന് പറഞ്ഞ ബിഗ് ബോയ് ആയി അവനിപ്പം. അവനിപ്പോൾ കൊച്ചു പിള്ളേരുടെ ചെറിയ ആ ഒരു പാക്കറ്റൊന്നും അല്ലല്ലോ അവന്. അപ്പം എല്ലാവർക്കും കൊടുത്തു. അവരെല്ലാം നോക്കുകയാണ്. എല്ലാവരും ഇട്ടൊക്കെ ഓൾറെഡി നോക്കി, അതെല്ലാം ഊരി അവർ എല്ലാവരും ഇട്ടൊക്കെ. എല്ലാവരും ടയേർഡായിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ഈ പിള്ളേർ എത്ര നേരത്തെ അധ്വാനം ഇതെല്ലാം അലങ്കരിച്ച് നല്ല രസമായിരുന്നല്ലേ, നല്ല ഡെക്കറേഷനായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? അവർ പിള്ളേരെല്ലാം കളിക്കുകയാണ്. അതുകൊണ്ട് അവർക്കകത്ത് ഒരു സമാധാനവും ഇല്ല കേട്ടോ. ഗിഫ്റ്റ് കിട്ടിയതിൻ്റെ സന്തോഷമാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞ്, കുറേ നാളിന് ശേഷം എല്ലാവരുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇനിയും കുറച്ച് ഫുഡ് കഴിക്കണം, എല്ലാവരും പിരിയണം. പിറ്റേ ദിവസം രാവിലെ എല്ലാവർക്കും ഓഫീസിൽ പോകണം. ഈ പിള്ളേർക്ക് രണ്ടുപേർക്കും സ്കൂളിൽ പോകണം. അമ്മയോട്ടിൻ്റെ സ്കൂൾ അടച്ചു, ദുബൈയുടെ സ്കൂളെല്ലാം അടച്ചു. ഇവർ ഷാർജ സ്കൂൾ അടച്ചില്ലായിരുന്നു. അപ്പം എല്ലാവരും ഒക്കെ നോക്കും, ഓരോരുത്തരുടെ ഗിഫ്റ്റിൻ്റെ നോക്കുവാണ്. അവരതിൻ്റെ സന്തോഷത്തിൽ നടക്കുക. അപ്പം ബാക്കി ഇനി നമുക്ക് വഴിയെ കാണാം. ഓക്കെ.